അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കുറോള. ഞങ്ങൾക്ക് സരി ಅಂತ ಚೆನ್ನಕ್ಲೆ ಅವ್ರಕಲ್ ഞങ്ങൾക്ക് ಸರಿ ನಾಯಿಪ ಚೆನ್ನ ನಿங்கಳ್ಟ ಇಲ್ಲ ಬಿಡತ್ ಎಂದ್ರೆ ಚೆಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി തന്നർ അല്ലേ. ഈ ദീനിൽ ഒരാൾ പുതിയതായിട്ടൊരു കാര്യം കൊണ്ടുവന്നെങ്കിൽ അമലെടുക്ക പോവേണായിട്ട് എന്താ പറയുന്നത് ഫഹുറദ്ദുൻ, അത് തള്ളപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നർ അതിൽ പിന്നെ ഒരു പ്രസക്തി ഉണ്ട്. ಬೇರೆಗಳ ಕೌಲ್ കേൾക്കറോ. ഇമാം ഷാഫി റഹിമഹുല്ലാ സലഫി പണ്ഡിതനായിട്ട് അതിൽ യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന പോലത്തെ മഹാപണ്ഡിതൻ. അയാൾക്ക് തപ്പു ബരലാച്ചെന്ത നിങ്ങൾ ചെല്ലറോ? അയാൾക്ക് തപ്പു ബരലാച്ചെಂತ നിങ്ങൾ ചെല്ലറോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തಪ್ಪು ಬಂದಿಟ್ಲೆ നബി മാസൂമായിട്ടിക്കർ, സംശയമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ അല്ലെങ്കിൽ മഹാന്മാരായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചിലർ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാരായിട്ടിക്കർ ಅಂಕಲ್ಲ ತಪ್ಪು ಬಂಡ್ಲಾಚಂತ ನಿಂಗ ಚೆನ್ನಂತುಳ್ಳು ಮೌಸೂಮಿಂಗ್ ಅಲ್ಲ ಮೌಸೂಮಾಯಿ ತಿಕ್ರಚಂತ ನಿಂಗ ಚೆನ್ನಂತುಳ್ಳು ವಿಷಯಂದ್ರ ಗೊತ್ತುಂಡ ಬಿದಅತ್ ಚೆನ್ನಂಗೆ ಎಂದರೇಂಚಂತ ಕೇಟ ಈ ಚರ್ಕ ഒരു സലപ്പി ചൊന്ന ബിദഅത്ത് രണ്ട് വിധമുണ്ട്. ഇമാം ഷാഫി തങ്ങൾ ചെന്നിട്ട് ഈ ഭാരത്തെ കടത്തിയ അപ്പ ചെന്ന പൽക്കൈതിക്കിട് ഇത് ഇങ്ങളെ സംബന്ധിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ടേ ഉണർത്തിയത് യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, ഖിയാമത്ത് നാളിലെ സന്ദർഭത്തിൽ കള്ളം ചൊല്ലറേ കളവ് ചൊല്ലറേ ചോട്ടാ ദജ്ജാൽമാർ വണ്ടാർ. യഅതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, ഞങ്ങളെ ബാപ്പന്മാർ കേൾക്കാത്ത മാറ്റർ, ഞങ്ങൾക്ക് ഗൊന്തില്ലാത്ത മാറ്ററുകളെല്ലാം ഇങ്ങെന്താക്കടാറ് ഇങ്ങനെ ബെൽമ്പുറാർ ബന്തിങ്ങനെ ചെല്ലറാർ. ഫയ്യാക്കും വയ്യാഹും ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, നിങ്ങൾ അങ്ങനെ ഫിത്നത്തിൽ പെട്ടുപോകുത്തീര, നിങ്ങൾ അങ്ങനെ പൽക്കത്തേക്ക് ബൂന്തു പോകുത്തീര ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ ഉണർത്തർ. ഇപ്പോൾ നോക്കിയാറാ ഇമാം ഷാഫി തങ്ങളെ പോലും അവോയ്ഡ് ആക്കടേ ബാൻഡാൻ ചെല്ലറേ അങ്ങനെ ഭാഗത്തിൽ നിന്ന് അത് മിസ്റ്റേക്ക് ആയി തീക്കൂച്ചെന്നിട്ട് ചൊല്ലതായ ഒരു ചെറിയൊരു മുത്താലിം, സലപ്പി മുത്താലിം. എന്താ അവസ്ഥ? നൂതനവാദിയുമായിട്ട് യാതൊരു ബന്ധ മുസ്ലിമിಗೆ ಗೊತ್ತೀರ. ഫുഖഹാക്കളതിരെ വിശദീകരിക്കാറ് കച്ചവടാവട്ട് സിയാറത്തിൻ്റെ വിഷയമാവട്ട് ಅಥವಾ തസ്മിയത്തിൻ്റെ വിഷയത്തെ പേര് വെക്കേണ്ട വിഷയത്തിൽ അങ്ങനെ കലിയാക്കട വിഷയത്തിൽ മക്കബറത്തിൽ മുസ്ലിമീങ്ങളെ മക്കബറത്തിൽ സലപ്പിയുടെ ദഫനാക്കട വിഷയത്തിൽ നേർച്ചയുടെ വിഷയ നിക്കാഹിൻ്റെ വിഷയ ചെങ്ങായിപ്പാടുടെ വിഷയ അതുപോലെ മരിക്കരുതായ സന്ദർഭത്തിലുള്ള അവസ്ഥ അത് ഒരു വഹാബിയാണെങ്കിൽ എന്താക്കണോ ആ പിർസപ്പാടുടെ വിഷയത്തിൽ മയ്യത്ത് നിസ്കരിക്കരുത് സലപ്പിയുടെ മയ്യത്ത് നിസ്കരിക്കുന്ന വിഷയ തഹസിയത്തിൻ്റെ വിഷയ സലഫി മരിച്ചെങ്കിൽ അവിടെ ഔത്ത് പോയി തഹസിയത്താക്കാമ, അതുപോലെ സലപ്പി രോഗിയാണെങ്കിൽ അവിടെ സന്ദർശിക്കാമ എന്ന വിഷയ, അവനോ വിളിച്ചെങ്കിൽ അതൊക്കെ ജവാബ് ചെല്ലാമ എന്ന വിഷയ, അതുപോലെ സലപ്പിയുടെ സലാമൊക്കെ ജവാബ് ചെല്ലാമ, സലപ്പിക്ക് സലാമു ചൊല്ലാമ, അവൻ്റെ തുടർന്നിട്ട് നിസ്കരിക്കാമ എന്നതു മാത്രമല്ല അവൻ്റെ മുസാഫത്താക്കാമ, അവൻ്റെ ജനാസ പിന്തുടർന്നിട്ട് പോവാമ, ഇസ്തിസ്കാ അവൻ്റെ കൂടിയിട്ട് ഞങ്ങൾ നിസ്കരിക്കാമ, അവൻ്റെ ഗൈബത്ത് ചൊല്ലാമ, അവനുമായിട്ട് ഇന്നിത്തര കാര്യങ്ങൾ ഏർപ്പെടാമ എന്നെല്ലാ വിഷയത്തിൽ ഈ പൂർവികരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എല്ലാ നൂതനവാദിമാരെ സൈഡിൽ വെക്കുന്നുണ്ട്. ഇതിക്കടെ ഞങ്ങൾക്ക് കൽപ്പിച്ചിരേ ഇത്ര ഇബാറത്ത് ധാരാളം ഇബാറത്തുകളുണ്ട്. ഇങ്ങനത്തെ എല്ലാ വിഷയ ഇമാമിങ്ങ ഞങ്ങൾക്ക് പടിപാടി തന്നറാർ. ആ ഇമാമിങ്ങൾ ഇതിക്കടെ ഫോളോ ആക്കാനായത് പരിശുദ്ധ ഖുർആനിലെ മുജാദല സൂറത്തിലെ 22 ആയത്ത്, അതുപോലെ സൂറത്തുൽ അൻആമിലെ 153 ആയത്തുകളിൽ അതൊരു തഫ്സീറിലും ഈ മുബത്തദീങ്ങളെ ദൂറാക്കുക കൽപ്പിക്കരുത് എന്ന് മാത്രമല്ല വഇന്നമ യൂഖദുൽ ഇൽമു മിമ്മൻ ഉറിഫ ഇൽമുഹു വദീനുഹു, ദീനും ഇൽമും ഉള്ളു ആല ഭാഗത്തിൽ നിന്ന് ഇതിക്കടെ എന്താക്കണേ ഇൽമു പിടിക്കാനായത്. അതല്ലാണ്ട് ലാ മിമ്മൻ തസദ്ദറ ഖബ്ല അൻ യതഅഹല, അർഹത ഇല്ലാണ്ട് ബഗ്ലിസാക്കടെ വഹാബിയിൽ നിന്ന് തല്ല ഇൽമു ഞങ്ങൾ പഠിക്കാനായത്. മല്ലം യഖുദിൽ ഇൽമ അനിൽ ഉലമായി സല്ല വളല്ല, ആലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഇതിക്കടെ ഇൽമു ഞങ്ങൾ പഠിക്കാനായത്. ആലിമു അല്ലാത്ത വ്യക്തിയുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ ഇൽമു പഠിക്കുക പ്രയത്നാക്കിയെങ്കിൽ സല്ല ഞങ്ങൾ നിന്ദ്യനായിട്ട് പോണ്ട, വളല്ല ഞങ്ങൾ പേച്ച് പോണ്ട, കുടുങ്ങി പോണ്ട, ഞങ്ങൾ സോത്ത് പോണ്ട.
അപ്പോൾ ഇങ്ങനെ ദൂറാക്കുന്നതിനല്ല, മുട്ടാക്കുന്നതല്ല. ദീൻ്റെ വിഷയത്തിൽ മാത്രം ദൂറാക്കുക, അതല്ലാത്ത വിഷയത്തിൽ മുട്ടാക്കുക എന്ന് ഏത് ഇമാമിങ്ങൻ ചൊന്നതായിട്ട് കാണില്ല. അള്ളാഹു ആലം. അപ്പോൾ നൂതനവാദിമാരെ ദൂറാക്കുന്ന ഇതിൽ ഏറ്റവും ഉത്തമം, ഒരു നൂതനവാദിക്ക് നിങ്ങൾ സപ്പോർട്ടാക്കിയെങ്കിൽ, ഹെൽപ്പാക്കിയെങ്കിൽ, നിങ്ങൾ ഇസ്ലാം നാശാക്കുക ഹെൽപ്പാക്കിയത് പോലാശെന്നിട്ട് എത്തിക്കട്ടെ. നിങ്ങൾ പഠിച്ചതും പഠിക്കാനായതും പടിപാട്ടനായതും. അതുകൊണ്ട് നിങ്ങളെ ഷറിൽ നിന്ന് അള്ളാഹു തആല നാളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.